സൗമ്യ സുനിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച മീൻ കറിയാണ്. അതിന് 1/2 കിലോ, ഇത് സ്രാവ് എന്ന് പറഞ്ഞ മീനാണ്, 1/2 കിലോ മീനുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന മസാല: മല്ലിപ്പൊടി 3 ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, കുറച്ച് ഉലുവ, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് കുടംപുളിയാണ്, അത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം, കുറച്ച് നേരത്തെ ഒരു അരമണിക്കൂറെങ്കിലും ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ വേണ്ടുന്നത് തേങ്ങ, ഒരു മുറി തേങ്ങ ചിരകിയത്, ഒരു ഉള്ളി മുറിച്ചത്, ഒരു തക്കാളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 5-6 പച്ചമുളക്. ഇത്രയാണ് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ. ആദ്യം മീൻകറിക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിനാദ്യം പാൻ വെക്കുക, പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറാവണം. തേങ്ങയുടെ കൂടെ തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ച്, അധികമൊന്നും വേണ്ട, ഒരു പിടി പോലെ ഒരു കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ബ്രൗൺ കളറാവുന്നവരെ വറുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവ, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇത് നല്ലതുപോലെ തണുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം ഞാൻ വറുത്ത് തേങ്ങയെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പ് നമുക്ക് മീനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ ഇട്ടു, ഈ അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിനകത്തോട്ട് തന്നെ എടുത്ത് വെച്ച പുളിവെള്ളം, കുടംപുളി പീസ് 2-3 കുടംപുളി തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ കുടംപുളി അക്കയായിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്, അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത്. മസാലയെല്ലാം എല്ലാ സൈഡിൽ നിന്ന് എല്ലാം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ എടുത്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക, പച്ചമുളക്, ഇഞ്ചി, അരപ്പ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഏകദേശം 2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നു, ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നു. നോക്കിയിട്ട് ഉപ്പും പുളിയെല്ലാം നോക്കി വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓണാക്കിയിട്ട് മീൻ കറി എടുത്ത് വെക്കുക. കുറച്ച് നേരം ഒരു നല്ലോണം തിളച്ച് മീൻ വേവുന്നവരെ ഒരു 10-15 മിനിറ്റ് ആദ്യം ഒന്ന് ഫാസ്റ്റിൽ വെക്കുക. നല്ലോണം തിളച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ടൊരു 10-15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ മീൻകറി റെഡിയായി. മീൻകറി നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉള്ളിയും കൂടെ കാച്ചി ഒഴിക്കണം. അടുത്തതായിട്ട് പാൻ ചൂടാക്കാൻ വെക്കുക. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിൽ നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം.
അത് നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ, ഗോൾഡൻ കളർ, ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഉള്ളി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അത് നമുക്ക് ഉണ്ടാക്കി വെച്ച മീൻ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല വൃത്തി മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് നമ്മൾ മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്തരച്ച മീൻകറി റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വറുത്തരച്ച മീൻകറി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓർ ഷെയർ ചെയ്യുക. താങ്ക് യു.